നരേന്ദ്രമോദിജി അനുവർത്തിക്കുന്ന നിലപാടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ മഹാത്മജിയുടെ ചിന്താധാരകളെ ആരാണ് ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടത്? നമ്മളത് നിരാകരിക്കുന്നില്ല. നെഹ്റു മഹാനാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണസാരഥിയായുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജവഹർലാൽ നെഹ്റു ഇതിനടുത്തുപോലും എത്തില്ല. വികസനത്തിൽ സമഗ്രമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് പണ്ഡിറ്റ് നെഹ്റുവിന് ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് നെഹ്റുവിനിൽ നിന്ന് മോദിജിയെ വേറിട്ട് നിർത്തുന്നത്. ഒരിക്കലും BJP കേരളത്തിൽ വോട്ട് ബാങ്ക് തുറക്കില്ല, അല്ലെങ്കിൽ ഒരു ജയിക്കില്ല എന്ന് പറഞ്ഞവർ തന്നെ അത് മാറ്റി പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ BJPക്ക് നേരിടാനുള്ളത് 3 മുന്നണികളെയാണ്. ഒന്ന് ഇടതുപക്ഷ മുന്നണി, 2 UDF, മൂന്നാമത്തേത് മാധ്യമങ്ങളുടെ ഒരു മുന്നണി. ആങ്കർമാരായിട്ടുള്ള ആളുകൾ പരസ്യമായി തന്നെ BJP വിരോധം പ്രകടിപ്പിക്കുന്നവരാണ്. ഒരു കാര്യവുമില്ലാത്ത വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കും. സർസംഘചാലകന്റെ പരിപാടിയിൽ VC മാർ പങ്കെടുത്തു. എന്താ അതൊരു അപകടം? അതിവരൊക്കെ കൊട്ടിഘോഷിക്കുന്നത് പണം കൊടുത്ത് MPമാരെ വിലക്ക് വാങ്ങി, അതൊന്നുമേ അല്ല. അപ്പോൾ മോദിജി ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു, വീണ്ടും ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതേ സമയത്ത് സാധാരണ ജനങ്ങളുടെ ഹൃദയങ്ങളിലും അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് എന്നതാണ്. സ്വന്തം അമ്മയുടെ മുന്നിൽ നിലത്ത് പടിഞ്ഞിരുന്ന് അമ്മയുടെ മടിത്തട്ടിൽ തലവെച്ചിരിക്കുന്ന മോദിജിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾ നമസ്തേ മോദിജി എന്ന് പറഞ്ഞ് ഒരു തടസ്സവുമില്ലാതെ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ആത്മനിർഭര ഭാരതം എങ്ങനെ സാധ്യമാകും എന്ന ചോദ്യത്തിന് അദ്ദേഹം നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട്. വോക്കൽ ഫോർ ലോക്കൽ. അതാണ് മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാൻ മോദിജിക്കുണ്ട്. അത് ഫലവത്താകും. ഭാരതത്തിൽ ചരിത്രം രചിച്ചുകൊണ്ട് പ്രധാന സേവകനായി നരേന്ദ്രമോദിജി തേരോട്ടം തുടരുകയാണ്. ഈ വേളയിൽ നമുക്ക് മോദിജിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് തന്നെ മോദിജിയുടെ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചോദിച്ചറിയാം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് രാജ്യസഭാ MP ആയിട്ടുള്ള ശ്രീ C സദാനന്ദൻ മാസ്റ്ററാണ്. മാഷെ നമസ്തേ. നമസ്കാരം. നമുക്കറിയാം 4400-ലധികം ദിവസങ്ങൾ പ്രധാന സേവകനായി ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദിജി ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് തകർത്തുകൊണ്ട് ഇപ്പോഴും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുമ്പോഴും ആ ചരിത്രം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മാഷ് എങ്ങനെയാണ് ആ ഒരു റെക്കോർഡിൻ്റെ മറികടന്ന ആ ഒരു നേട്ടത്തെ നോക്കിക്കാണുന്നത്? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ഒരു ചരിത്ര നിർമ്മിതിയാണ് നടക്കുന്നത്. കുറേയധികം പ്രധാനമന്ത്രിമാർ ഭാരതത്തിനുണ്ടായിട്ടുണ്ട്. അതിൽ ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കാറുണ്ട് എല്ലാവരും. വിശ്വപൗരൻ, ഭാരതത്തിൻ്റെ ആധുനിക ഭാരതത്തിൻ്റെ സൃഷ്ടാവ്, വലിയ മാനവികതയും ജനാധിപത്യവും വെച്ച് പുലർത്തുന്ന ഒരു വിശ്വ നേതാവ് എന്ന നിലയ്ക്കൊക്കെ ആ സ്ഥാനത്തേക്ക് എന്തായാലും ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടേതായ സവിശേഷതകൾ, വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളുണ്ടാകും. നമ്മളത് നിരാകരിക്കുന്നില്ല. നെഹ്റു മഹാനാണ്, സംശയമേതുമില്ല. പക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിജി എന്ന വ്യക്തിയുടെ വരവ്, നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണസാരഥിയായുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത് വിലയിരുത്തുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ഇതിനടുത്തുപോലും എത്തില്ല എന്ന നിലയിലേക്ക് നമുക്ക് അങ്ങനെയൊരു നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. കാരണം അതിലേറ്റവും പ്രധാനം എൻ്റെ നിരീക്ഷണത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരതത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പുലർത്തിയ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് മഹാത്മജിയിൽ നിന്ന് തികച്ചും ഭിന്നമായിരുന്നു. മഹാത്മാഗാന്ധിജി പറഞ്ഞത് ഭാരതം ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഗ്രാമാധാരിതമായ വികസന സംരംഭങ്ങളാണ്, പദ്ധതികളാണ് നമുക്ക് വേണ്ടത് എന്ന് ഗാന്ധിജി പറയുമായിരുന്നു. പക്ഷെ നെഹ്റു തീർത്തും അതിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹവും മഹാത്മജിയും തമ്മിൽ ഈ വിഷയത്തിൽ നടത്തിയ കത്തിടപാടുകൾ നമുക്കിന്ന് മ്യൂസിയങ്ങളിൽ കിട്ടും. അതിൽ പരസ്പരമുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ കത്തിടപാടൊക്കെ നടന്നിട്ടുള്ളത്. അതിൽ നെഹ്റു പറയുന്നത്, ഗാന്ധിജിയോട് പറയുന്നത്, ഗ്രാമങ്ങൾ, ഗ്രാമീണരായ ആളുകൾക്ക് ശാസ്ത്രാവബോധം കുറവാണ്. അവർക്ക് പരിഷ്കരണത്തോട് അല്ലെങ്കിൽ വികസനത്തോട് ശരിയായ നിലയ്ക്കുള്ള കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് നഗരകേന്ദ്രിതമായ ഒരു വികസന പദ്ധതിയാണ് ഭാരതത്തിന് അഭികാമ്യം എന്ന നിലപാടായിരുന്നു നെഹ്റുവിൻ്റേത്. ഈ വികസന സംബന്ധമായ ഈ നിലപാടും ഇന്ന് നരേന്ദ്രമോദിജി അനുവർത്തിക്കുന്ന നിലപാടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ
നമുക്ക് അറിയാൻ സാധിക്കും മഹാത്മജിയുടെ ചിന്താധാരകളെ ആരാണ് ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടത് എന്ന്. മോദിജി ഗ്രാമങ്ങൾ വികസിക്കണം എന്ന നിലയ്ക്ക് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഗ്രാമങ്ങളിലുണ്ടാകണം, കർഷകന്മാർ ഉദ്ധരിക്കപ്പെടണം, ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെട്ടതാവണം, ഗ്രാമങ്ങളിൽ നല്ല വിദ്യാഭ്യാസം, നല്ല ചികിത്സാ സൗകര്യം അത് ലഭ്യമാകണം, ഗ്രാമീണരായ വീട്ടമ്മമാരുടെ ദുരിതങ്ങൾ അത് അവസാനിക്കണം, ഗ്രാമങ്ങളിൽ വസിക്കുന്ന യുവാക്കളായ ആളുകൾക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുങ്ങണം. ഈ നിലയ്ക്കൊക്കെ ചിന്തിക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്ന് വെച്ച് നഗരങ്ങളെ പാടെ അവഗണിക്കുന്നു എന്നല്ല. പൊതുവെ നമ്മൾ പറയാറുണ്ട് ഒരു റീജിയണൽ ഇംബാലൻസ് വികസന കാര്യത്തിൽ, പ്രാദേശികമായ അസന്തുലിതാവസ്ഥ ഭാരതത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. നഗരങ്ങളിൽ കാണുന്ന ജഡിതിയിലുള്ള വികസന പ്രക്രിയകളൊന്നും തന്നെ ഗ്രാമങ്ങളിൽ കാണാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ ഭൂമിശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങൾ, ഭാരതത്തിൻ്റെ പൂർവോത്തര പ്രദേശങ്ങളൊക്കെ അവികസിതങ്ങളായി. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിഭാഗീയതയും വിഘടന പ്രവർത്തനങ്ങളും അരങ്ങേറിയിരുന്ന പ്രദേശങ്ങളാണ് ആസാമായാലും നാഗാലാൻഡായാലും ഒക്കെ. ഇന്ന് ആ പ്രദേശങ്ങൾ നമ്മളൊന്ന് നോക്കും. ഞാൻ ആസാമിൽ 1988-89 കാലത്ത് ഒരു വർഷം BEd പഠിക്കാൻ വേണ്ടി ആസാമിലായിരുന്നു. അന്ന് അവിടെയുള്ള ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ തേയില സർക്കാരിന് വേണം, ചുരുങ്ങിയ തോതിലാണെങ്കിലും ഞങ്ങളുടെ എണ്ണ ഖനനം അത് കേന്ദ്ര സർക്കാർ നടത്തുന്നു. പക്ഷെ ഞങ്ങൾക്ക് വികസിക്കാൻ ആവശ്യമായ ഒരു പദ്ധതിയും കേന്ദ്രം തരുന്നില്ല, ഞങ്ങളോട് തീർത്തും അവഗണനയാണ് എന്ന നിലയ്ക്കുള്ള ചിന്ത. ആ ചിന്തയിൽ നിന്ന് രാഷ്ട്രവിരുദ്ധമായ നിലപാടിലേക്ക് അവർ മാറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു കാലത്ത് ആസാമൊക്കെ നിരന്തരം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളായിരുന്നു. ഇന്ന് ആസാമിൻ്റെ സ്ഥിതി എന്താണ്? 2-3 ഘട്ടങ്ങളിലായി BJP സർക്കാർ തന്നെ ഭരിക്കുന്നു. എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ആ മനോഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് കാര്യങ്ങൾ പറയാനും ഞങ്ങൾക്ക് വികസന കാര്യങ്ങൾ ലഭ്യമാകാനും ഒരു സംവിധാനം ഇന്ന് ഭാരതത്തിലുണ്ട്, ഞങ്ങളും ഭാരതത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയ്ക്ക് സപ്തസുന്ദരികൾ എന്നറിയപ്പെടുന്ന ആ പൂർവോത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങളൊക്കെ ഇന്ന് BJP ഭരണത്തിലാണ്. കാരണം BJPയിൽ വിശ്വാസം അർപ്പിക്കുന്നു ജനങ്ങൾ. കാരണം അവർക്ക് അനുഭവമുണ്ട് അവരുടെ വികസന സംബന്ധമായ കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്. അപ്പം നമ്മുടെ ഇങ്ങേ അറ്റത്ത് കേരളത്തിൽ നോക്കിയാലും ഇനി കാശ്മീരിൽ നോക്കിയാലും കാശ്മീരിൽ എത്രമാത്രം വികസന പദ്ധതികളാണ് അവിടെ നടപ്പിലാക്കുന്നത്. കാശ്മീർ മെല്ലെ 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 തീവ്രവാദ ഭീകരവാദ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയുന്നവരായി അവിടുത്തെ ചെറുപ്പക്കാർ മാറുന്നു. കേരളത്തിൽ നിന്നും ഒരു കാലത്ത് കാശ്മീരിലേക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ ആളുകൾ ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് കാശ്മീരിലേക്ക് ആളുകൾ പോകുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് റീജിയണൽ ഇംബാലൻസ് അല്ലെങ്കിൽ അതുപോലുള്ള അസന്തുലിതാവസ്ഥ ഇന്ന് ഭാരതത്തിലില്ല. വികസനത്തിൽ സമഗ്രമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് പണ്ഡിറ്റ് നെഹ്റുവിനുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് നെഹ്റുവിനിൽ നിന്ന് മോദിജിയെ വേറിട്ട് നിർത്തുന്ന ഒന്ന്. മറ്റൊന്ന്, ഇപ്പം ജനാധിപത്യത്തെക്കുറിച്ച് മാനവികതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും നെഹ്റുവിന് ആർജിക്കാൻ കഴിയാതിരുന്ന ലോക ജനതയുടെ അംഗീകാരം ഇന്ന് മോദിജി നേടിക്കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാമർ കൊണ്ടോ ഒന്നും ഉണ്ടായതല്ല. അങ്ങനെ നോക്കിയാൽ ജവഹർലാൽ നെഹ്റുവാണ് ഏറ്റവും വലിയ നല്ല ഗ്ലാമറുള്ള ആൾ. പക്ഷേ മോദിജിക്ക് ഇന്ന് ലോക ജനതയ്ക്കിടയിൽ ലഭിക്കുന്ന അംഗീകാരത്തിൻ്റെ കാരണം അദ്ദേഹം സ്വീകരിക്കുന്ന നയനിലപാടുകളാണ്. ഭാരതത്തെ മോദിജി അധികാരത്തിലെത്തുമ്പോൾ നമുക്കറിയാമല്ലോ 10ാം സ്ഥാനത്താണ് സാമ്പത്തിക മേഖലയിൽ. 3ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് നമ്മൾ. മാത്രവുമല്ല ദരിദ്ര കോടികളുടെ നാടായിരുന്നു ഭാരതം. ദാരിദ്ര്യരേഖ എന്നൊരു സാങ്കല്പിക രേഖ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 60% ആളുകളും ഈ പറയുന്ന ദാരിദ്ര്യരേഖക്ക് കീഴെയായിരുന്നു. പക്ഷേ മോദിജിയുടെ ഭരണകാലത്ത് വികസന പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി എന്ന നിലയിൽ 25 കോടി ആളുകളാണ് ദാരിദ്ര്യരേഖക്ക് മുകളിലേക്ക് ദാരിദ്ര്യമുക്തരായി വന്നിരിക്കുന്നത്. ഇപ്പോഴും ഭാരതത്തിൽ ദാരിദ്ര്യമുണ്ട്. പക്ഷേ ആ ദാരിദ്ര്യം മാറ്റിയെടുക്കാനുള്ള സമർത്ഥമായ പദ്ധതികൾ മോദിജിക്കുണ്ട്. ഇതൊന്നും നെഹ്റുവിൻ്റെ നിലപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. അദ്ദേഹം ലഭിച്ച സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം പരമാവധി ആസ്വദിക്കുക, ഉപയോഗിക്കുക എന്ന നിലയ്ക്കുള്ളൊരു സമീപനമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമാധാരിതമായ വികസന പദ്ധതികൾക്ക് പകരം നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസന പദ്ധതി. അപ്പം നഗരവും എന്തുകൊണ്ടാണ് ചേരി പ്രദേശങ്ങളൊക്കെ ഉണ്ടായത്? ഇന്നിപ്പോൾ നമുക്കങ്ങനെ കാണാൻ സാധ്യമല്ല. ചേരി പ്രദേശം എന്ന നിലയ്ക്ക് ഭാരതത്തിൽ വൻ നഗരങ്ങളോട് ചേർന്ന് മറ്റൊരു മുഖമായിരുന്നു.
ഇന്നതെല്ലാം മാറി വരികയാണ്. അവരുടെ ആരോഗ്യ സംബന്ധമായ, വിദ്യാഭ്യാസ സംബന്ധമായ, വികസന സംബന്ധമായ, സാംസ്കാരികമായ ഉന്നതിക്ക് ഉതകുന്ന അനേകം പദ്ധതികൾ മോദിജി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലം നെഹ്റുവിൻ്റേത് മറികടന്നു എന്നത് മാത്രമല്ല, സാങ്കേതികമായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ 4400-ലധികം ദിവസങ്ങൾ പിന്നിട്ടു. നെഹ്റുവിൻ്റേത് 4398 ദിവസമായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നിലയിൽ. ആ നിലയ്ക്ക് ആ റെക്കോർഡ് ഭേദിച്ചു എന്നത് മാത്രമല്ല, സമീപനത്തിൽ ഉള്ള വ്യത്യാസം, നയങ്ങളിലുള്ള വ്യത്യാസം, നിലപാടുകൾ, പദ്ധതികൾ, അതിലുള്ള വ്യത്യാസം, ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഇതൊക്കെ വരുമ്പോഴാണ് നെഹ്റുവിനേക്കാളും എത്രയോ ഉയരത്തിലാണ് നരേന്ദ്രമോദിജി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നമുക്കറിയാം നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഭാരതത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഭാരതത്തിൻ്റെ ഒരു രൂപീകരണവുമായി നെഹ്റുവിന് വലിയ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ മോദിജിയുടെ കാലഘട്ടം, ഈ കഴിഞ്ഞ 12 വർഷങ്ങളെ എടുത്തു നോക്കുമ്പോൾ വികസിത ഭാരതത്തിലേക്കുള്ള ഒരു നിർമ്മാണമാണ് ഭാരതത്തിൽ നടക്കുന്നത്. അതുതന്നെയാണ് വികസനം എന്ന് പറയുന്ന വാക്ക് ഇന്ന് നമ്മൾ ഇത്രത്തോളം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഈ 12 വർഷത്തിന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും വികസനം എന്ന വാക്ക് താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്. ഇപ്പം എല്ലാവരും വികസനത്തെക്കുറിച്ചാണ് പറയുന്നത്, സംസാരിക്കുന്നത്, കേരളത്തിലും മുമ്പ് നമുക്കത് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇലക്ഷൻ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ചില ജനങ്ങളെ വൈകാരികമായി ഉണർത്താൻ കഴിയുന്ന കുറേയധികം മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നതിനപ്പുറത്ത് വികസിത ഭാരതം എന്ന നിലയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ചിന്താശേഷിയെ വളർത്തിയെടുക്കാൻ മോദിജിക്ക് സാധിച്ചു. അപ്പോൾ നോക്കൂ, ഭാരതത്തിലെ ഓരോ പൗരനും ഇപ്പോൾ തോന്നുകയാണ് ഈ നാടിൻ്റെ വികസനത്തിൽ എനിക്കെന്തോ പങ്ക് വഹിക്കാനുണ്ട് എന്നൊരു തോന്നൽ. അതും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദേശഭക്തി എന്നൊരു വികാരം ജനങ്ങളിൽ വളർത്തിയെടുത്തുകൊണ്ട്, ദേശഭക്തിയുടെ ആവിഷ്കാരം എന്ന് പറയുന്നത് ദേശത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന അടിസ്ഥാന ചിന്ത നമ്മളിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ദേശഭക്തനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഭാരതമാതാവിൻ്റെ ഒരു പടം എൻ്റെ മുറിയിൽ വെച്ച് ഏത് നേരവും അതിൻ്റെ മുമ്പിൽ ചെന്ന് ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നു എന്നുള്ളതല്ല. എന്നോടൊപ്പം കഴിയുന്ന എൻ്റെ സഹോദരങ്ങൾ, സഹചർ, പ്രകൃതി, ഇതിനെയെല്ലാം സംരക്ഷിക്കേണ്ടത് എൻ്റെ കൂടി ചുമതലയാണ് എന്ന നിലയ്ക്കാണ്. നോക്കൂ, ആ ഒരു മനോഭാവം ജനങ്ങളിൽ വളർന്നതുകൊണ്ടാണ് ഇപ്പോൾ ഗ്യാസിൻ്റെ സബ്സിഡി വേണ്ടെന്ന് വയ്ക്കാൻ ഒരു ആഹ്വാനം മോദിജി പുറപ്പെടുവിച്ച സമയത്ത് അനേകായിരം ആളുകൾ സ്വമേധയാ ഒരു സമ്മർദ്ദവുമില്ലാതെ അത് സ്വീകരിക്കുകയും അതിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു 6-7 കാര്യങ്ങൾ മോദിജി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാം അതെല്ലാം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം എന്ന നിലയ്ക്ക്. അപ്പോൾ ആ നിലയിൽ പൗരന്മാരിൽ അടിസ്ഥാനപരമായി പൗരത്വബോധം എന്നൊരു കാര്യമുണ്ട്. ആ പൗരബോധം അല്ലെങ്കിൽ പൗരത്വം എന്ന നിലയ്ക്കുള്ള ചിന്ത അത് ഊട്ടിയുറപ്പിക്കാൻ മോദിജിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന വികസനം എന്ന വാക്കിൻ്റെ ചർച്ചയും, ആ ചർച്ചയിൽ സാമാന്യ ജനങ്ങൾ എനിക്കും പങ്കുണ്ട് വികസന കാര്യത്തിൽ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചത്. ഇപ്പം നമ്മുടെ വികസിത ഭാരതം എന്നതിനൊപ്പം തന്നെ മോദിജി പറഞ്ഞ മറ്റൊന്നാണ് ആത്മനിർഭര ഭാരതം. ആത്മനിർഭര ഭാരതം എങ്ങനെ സാധ്യമാകും എന്ന ചോദ്യത്തിന് അദ്ദേഹം നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട്. വോക്കൽ ഫോർ ലോക്കൽ, പ്രാദേശികതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ, നമ്മുടെ പ്രദേശങ്ങളെ വികസിതമാക്കുക, ഗ്രാമങ്ങളെ വികസിതമാക്കുക. അതൊക്കെ കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്രാമങ്ങളെ ഉദ്ധരിക്കുക എന്നതിൽ കൂടുതൽ പ്രാധാന്യം മോദിജി നൽകുന്നു എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം, മോദിജി ഓരോ ആളുകളോട് ഇടപെടുന്നത് വരെ നമുക്ക് എല്ലാവർക്കും ഓരോ മെസ്സേജാണ് തരുന്നത്. ഇപ്പോൾ ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ആളുകളെ ഓർത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മോദിജി അവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കതറിയാൻ സാധിക്കും. കൃത്യമായി ആളുകളോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി അഭിസംബോധന ചെയ്യാൻ മോദിജി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു ജനകീയനായി മാറുക എന്ന് പറയുന്നത് ഒരിക്കലും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ മോദിജിക്ക് അത് പെട്ടെന്ന് സാധിച്ചു എന്ന് തോന്നാറുണ്ട് ചില സമയത്ത്. ഇപ്പോൾ നമ്മൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം മുതൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കുന്ന 25 വർഷം ഭരണത്തിൽ തുടരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എടുത്തു നോക്കുക, അതും വലിയൊരു കാലയളവാണ്. ഒരിക്കലും ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ 10 വർഷം തുടർച്ചയായ ഒരു ഭരണാധികാരി ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. അപ്പോഴാണ് ഒരു വ്യക്തി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി 12 വർഷവും മറ്റൊരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ആയത് ഉൾപ്പെടെ നോക്കുമ്പോൾ മൊത്തം 25 വർഷം തുടർച്ചയായി ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ അതൊരു ഒരിക്കലും നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റാത്തൊരു കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ താങ്കൾ മോദിജിയുടെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് അതേ സമയത്ത് തന്നെ മറ്റ് 3 പേരും കൂടെ
നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളായിട്ട് ഞങ്ങൾ 4 പേര് ഉണ്ടായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാർലമെൻ്ററി കാര്യ സഹമന്ത്രി എൽ മുരുകൻജി ഞങ്ങളെ 4 പേരെയും വിളിച്ചിട്ട് പ്രധാനമന്ത്രി നിങ്ങളെ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്, അപ്പോൾ നാളെ കുറച്ച് നേരത്തെ വരണം സഭയിൽ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. മോദിജിയെ കാണാൻ വേണ്ടി ഞാൻ നേരിട്ട് മോദിജിയെ കാണാൻ വേണ്ടി അവസരം തരണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത് കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു ഇത് വരുന്നത്. ഞങ്ങൾ 4 പേരും അന്ന് നിശ്ചയിച്ച ദിവസം മുരുകൻജി ഞങ്ങളെയും കൂട്ടി നഡ്ഡാജിയുടെ ഓഫീസിലേക്ക് പോയി. നഡ്ഡാജി സഭാ നേതാവാണല്ലോ, അപ്പോൾ നഡ്ഡാജി ഞങ്ങളെയും കൂട്ടി മോദിജിയുടെ ചേംബറിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പരിശോധനകളും എല്ലാം അതിപ്പോൾ ആരായാലും അത് വേണമല്ലോ. അത്തരം 3-4 ഘട്ടങ്ങളിലുള്ള സെക്യൂരിറ്റി പരിശോധനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ മോദിജിയുടെ ഓഫീസ് മുറിയുടെ മുന്നിലെത്തി. അപ്പോൾ ഞങ്ങളെത്തി എന്നുള്ളത് കൊണ്ട് തന്നെയായി വാതിലങ്ങ് തുറക്കുകയാണ്. വാതിൽ തുറക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് മോദിജി തൊഴുകൈയോടെ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അത് വല്ലാത്തൊരു എന്താ പറയുക ഒരു വികാരമാണ് മനസ്സിൽ ജനിപ്പിച്ചത്. അദ്ദേഹം മുറിയിൽ അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരുന്ന് ഞങ്ങളെ അഭിവാദ്യം ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്ലീസ് കം എന്നോ ആയി എന്നോ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചാൽ മതി. പക്ഷേ ഇദ്ദേഹമാണ് ഡോറ് തുറക്കുന്നത്, ആ ഓഫീസിൻ്റെ വാതിൽ തുറക്കുന്നത് മോദിജിയാണ്. അദ്ദേഹം തുറന്ന് പിടിച്ച് ഞങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ ചുമലിൽ കൈവയ്ക്കുന്നു, മാസ്റ്റർ ജി സുഖമെല്ലാം ചോദിക്കും, മറ്റുള്ളവരോട് സംസാരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ കസേരയ്ക്ക് മുന്നിലുള്ള കസേരകളിൽ ഓരോരുത്തരെയും അദ്ദേഹം തന്നെ കൈപിടിച്ചിരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം സ്വന്തം സീറ്റിലേക്ക് പോയിരിക്കുന്നത്. പിന്നീട് ഒരു 10-15 മിനിറ്റ് നേരം തികച്ചും അനൗപചാരികമായ സംഭാഷണങ്ങളായിരുന്നു. അപ്പോൾ നോക്കൂ, നോമിനേറ്റ് ചെയ്യപ്പെട്ട രാജ്യസഭാ അംഗങ്ങളോട് എങ്ങനെ അദ്ദേഹം ഇടപെടുന്നു എന്നുള്ളത്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നമുക്കൊക്കെ വളരെ ഹൃദ്യമായ അനുഭവങ്ങൾ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു ശിശുവാടികയിൽ സന്ദർശിച്ച ഒരു വീഡിയോ ഇപ്പോഴും അത് കൊച്ചു കുട്ടികൾ നമസ്തേ മോദിജി എന്ന് പറഞ്ഞ് ഒരു തടസ്സവുമില്ലാതെ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച. അതേപോലെ അദ്ദേഹം കുട്ടികളോട് അതേപോലെ സംവദിക്കുകയാണ്. പ്രോട്ടോകോളുകളോ ഒന്നും ബാധകമല്ല. ആ നിലയ്ക്ക് കൊച്ചു കുട്ടികൾ. മറ്റൊന്ന്, ദിവ്യാംഗന്മാരായിട്ടുള്ള ശാരീരിക പരിമിതി നേരിടുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരെ പരിരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം പോയപ്പോൾ ഓരോരുത്തരെയും എങ്ങനെയാണ് അദ്ദേഹം കാണുന്നത് എന്നുള്ളത്. സ്വന്തം അമ്മയുടെ മുന്നിൽ നിലത്ത് പടിഞ്ഞിരുന്ന് അമ്മയുടെ മടിത്തട്ടിൽ തലവെച്ചിരിക്കുന്ന മോദിജിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ജനകീയൻ എന്ന നിലയ്ക്ക്, ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ഒരു നാഥൻ എന്ന നിലയ്ക്ക്, ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക്, ഒരു വഴികാട്ടി എന്ന നിലയ്ക്ക് മോദിജിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുന്ന ആത്മവിശ്വാസത്തിന് അളവില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി, ഉയരങ്ങളിലെത്താൻ ആർക്കും കഴിയും, എത്ര ഉയരത്തിൽ വേണമെങ്കിലും എത്താം, പക്ഷെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ മോദിജി ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു, വീണ്ടും ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതേ സമയത്ത് സാധാരണ ജനങ്ങളുടെ ഹൃദയങ്ങളിലും അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് എന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നു. ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൾ, എൻ്റെ അടുത്ത ആളാണ് മോദിജി. പണ്ടൊന്നും നമുക്കൊരു പ്രധാനമന്ത്രിയെ പോയി കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നൊരു കാലം. പക്ഷേ ഇന്ന് നമുക്കും അത് ചിലപ്പോൾ സാധ്യമാകും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് ആളുകളെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ജനങ്ങളിൽ അത് വളർത്തിയെടുക്കുന്ന എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട്. അത് പൗരസമൂഹത്തിന് അനിവാര്യമായി വേണ്ടതുമാണ്. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ ഭാരതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ രീതിയിലും, ഇപ്പോൾ GDP-യുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം ഭാരതം വലിയ രീതിയിലുള്ള കുതിപ്പ് മുന്നോട്ട് വെച്ചു. അതിലേറ്റവും പ്രധാനമായി പറയേണ്ട ഒന്നാണ് നമ്മുടെ ഒരു വിദേശ ബന്ധങ്ങൾ, ഒരു ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പുകൾ. മറ്റു രാജ്യങ്ങളിൽ പോയി ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ ഇന്നുണ്ടാകുന്ന അഭിമാനം വാനോളമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എവിടെ ചെന്നാലും നമ്മളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതിന് നമുക്ക് പിന്നിൽ നമ്മുടെ പ്രധാന സേവകനുണ്ട് എന്നുള്ളൊരു വലിയ ധൈര്യവും അവർക്ക് ആ ഒരു റെസ്പെക്ട് നമ്മളോട് തോന്നാനുള്ള കാരണമാണ്. ഇന്ത്യൻ പാസ്പോർട്ടിന് അത്രത്തോളം മൂല്യം വന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഈ അതിനെക്കുറിച്ച് പറയുമ്പോൾ മോദിജിയുടെ ഈ വിദേശ രാജ്യങ്ങളുള്ള സമയം, അത് 36 ലക്ഷം പേര് മാത്രമുള്ള രാജ്യത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കണം, നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണ്. 36 ലക്ഷം ആളുകളുള്ള കൊച്ചു രാജ്യത്തും
അവരെ ഒരു രാജ്യമായി പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്നെപ്പോലെ തന്നെയുള്ള ഭരണാധികാരിയെ, ആ രാജ്യത്തെ ഭരണാധികാരിയെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ സന്ദർശനം നടത്തുന്നു, അവരോടൊപ്പം ഇടപഴകുന്നു, അവിടുത്തെ ജനങ്ങളോട് സംവദിക്കുന്നു. അതേ സമയത്ത് വികസന കാര്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യത്തും മോദിജി ചെല്ലുന്നു. ഈ നിലയ്ക്ക് എവിടെ ചെന്നാലും അദ്ദേഹം സ്വീകാര്യനാണ്. അവരോടൊക്കെ അദ്ദേഹത്തിൻ്റെ സമീപനവും സമാനമാണ്. ഇപ്പം യുദ്ധ സാഹചര്യത്തിൽ പോലും ഇപ്പം നമുക്കറിയാമല്ലോ, ഈ ഹോർമുസ് കടലിടുക്ക് അടച്ച സമയത്ത് ഭാരതത്തിലേക്ക് എണ്ണ കയറ്റിയ കപ്പലുകൾ വന്നത് നമ്മൾ കണ്ടതാണ്. അതെങ്ങനെ സാധിക്കുന്നു? ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനോടൊപ്പം മറ്റ് പാകിസ്ഥാനിലൊക്കെയുള്ള കുട്ടികൾ ഭാരതത്തിൻ്റെ പതാക പാറിക്കളിക്കുന്ന ബസ്സിൽ സുരക്ഷിതരായി തിരിച്ചെത്തിയ സംഭവം എന്തുകൊണ്ടാണ് സാധ്യമാകുന്നത്? ലോക സമൂഹത്തിന് മോദിജി എത്ര കണ്ട് സ്വീകാര്യനാണ് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധ്യമല്ല. മുമ്പൊരിക്കൽ റിയോ ഡി ജനീറോയിൽ ഒരു ആഗോള പരിസ്ഥിതി സമ്മേളനം സംഘടിപ്പിക്കേണ്ടത് PV നരസിംഹറാവുജി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. അദ്ദേഹം ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് എന്തൊക്കെയോ വലിയ തോതിൽ പ്രഭാഷണം നടത്തിയപ്പോൾ ഇടയിൽ അത് പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്താണ്, ഏതോ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്ന്, റാവുജി താങ്കൾ പറയുന്നതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്, പുതിയ ലോകത്തിന് വേണ്ടി എന്ത് സംഭാവനയുണ്ട് താങ്കൾക്ക് പറയാൻ എന്ന് ചോദിച്ച് റാവുജിയെ വെള്ളം കുടിപ്പിച്ചൊരു അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് അതേ സ്ഥാനത്ത് മോദിജിയുടെ വാക്കുകൾ എന്ത് എന്ന് ആകാംക്ഷയോടെ കേൾക്കാൻ, ലോക സമാധാനത്തിന് വേണ്ടി, ലോകത്തിൻ്റെ മൊത്തം വികസനത്തിന് വേണ്ടി കൊടുക്കൽ വാങ്ങലുകൾ എത്രത്തോളം വേണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് ലോക സമൂഹത്തിന് മുമ്പിൽ മോദിജി വയ്ക്കുകയാണ്. അതിന് സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് വിദേശ രാജ്യങ്ങളോടുള്ള നമ്മുടെ സമീപനം അത് ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് നമ്മുടെ ദേശീയ ആദർശം. ആ ദേശീയ ആദർശം പഠിപ്പിച്ച മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് മോദിജി കർമ്മരംഗത്തേക്ക് വന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ഉജ്ജ്വലമായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഭാരതത്തിൻ്റെ നായകസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ശരിയായ പാരമ്പര്യം വെളിപ്പെടുത്തുന്ന, ആവിഷ്കരിക്കുന്ന അനേകം ദർശനങ്ങളാണ് മോദിജിയുടെ വഴികാട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും അത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഒരു മാസ്റ്റർ പ്ലാൻ എന്നും മോദിജിക്കൊപ്പം ഉണ്ടാവാറുണ്ട്. മാഷിനെ സംബന്ധിച്ച് മോദിജിയുടെ പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ പദ്ധതികൾ, മോദിജി മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളൊക്കെ കാണുമ്പോൾ മാഷിന് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളൊരു പദ്ധതി ഉണ്ട്? അതെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ ഈ മോദിജിയായിട്ടുള്ള സന്ദർശന സമയത്തുള്ളൊരു അനുഭവം തന്നെ പറയാം. അതായത് ഞങ്ങളന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാർലമെൻറ്റ് രാജ്യസഭാ അംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഒരു ഖനനം നടന്ന കാര്യം മോദിജി ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ മോദിജി പറയുകയാണ്, ആ ഖനനത്തിലൂടെ അതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഈ ഖനനത്തിലൂടെ പുരാവസ്തു ഗവേഷകന്മാർ കണ്ടെത്തുകയുണ്ടായി. ഒരു കൊച്ചു ഗ്രാമമാണ്. അപ്പോൾ ആ ഗ്രാമത്തെക്കുറിച്ച് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തെക്കുറിച്ച് എനിക്ക് എൻ്റേതായ ചില അറിവുകളുണ്ട്. പക്ഷേ ആ അറിവിനേക്കാൾ അപ്പുറത്തേക്ക് അതിലും വലിയ മഹത്വപൂർണ്ണമായ ഒരു പാരമ്പര്യം ഈ പ്രദേശത്തിനുണ്ട് എന്ന് മോദിജി പറയണം. ആ ഖനനത്തിലൂടെ അത് വെളിപ്പെടുന്നു. അപ്പോൾ മോദിജി പറയാണ്, ഇത് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, നിങ്ങളും നിങ്ങളുടെ പ്രദേശത്ത് ഇതേപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം, അതിനെ പരിപോഷിപ്പിക്കണം. ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെ തനത് പാരമ്പര്യം വെളിപ്പെടുത്തുന്ന ചരിത്രങ്ങളുണ്ടാവും. ആ ചരിത്രത്തെക്കുറിച്ച് പഠിക്കണം, അത് പുനരാവിഷ്കരിക്കണം, അത് ആ പ്രദേശത്തെ ജനങ്ങളിൽ അഭിമാനമുണ്ടാകുന്ന തരത്തിലാകണം. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നടന്നൊരു ഖനനം, ആ ഖനനത്തിലൂടെ കുറേ വിവരങ്ങൾ കിട്ടുന്നു, അത് ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നു, നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ആവശ്യപ്പെട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഇതുപോലെ ആവണം എന്നൊരു തോന്നൽ വരും. അപ്പോൾ ആ തോന്നലിലൂടെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ആത്മനിർഭര ഭാരതം എന്ന് മോദിജി പറയാനുണ്ടാകുന്ന പശ്ചാത്തലം ഈ തരത്തിലുള്ള കാഴ്ചപ്പാടും നിലപാടുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഓരോ പദ്ധതി, ഇപ്പോൾ നമുക്കറിയാം 6 വരിപ്പാത കേരളത്തിൽ പൂർത്തിയാകാൻ പോവുകയാണ്. ഈ 6 വരിപ്പാത നിർമ്മാണം ആരംഭിച്ചിട്ട് ഒരുപക്ഷെ ഒരു 3-4 വർഷങ്ങളായി. ഈ 4 വർഷങ്ങൾ കൊണ്ടും എത്രയെത്ര കുടുംബങ്ങളാണ് ഈ 6 വരിപ്പാത നിർമ്മാണത്തിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരിച്ചത്. ഇപ്പോൾ സ്ഥലമെടുപ്പിൻ്റെ പേരിൽ അനേകം ആയിരങ്ങൾക്ക് അവരുടെ സ്ഥലം ഹൈവേക്ക് കൊടുത്തത് വഴി കിട്ടുന്ന വലിയ സ്വപ്ന സമാനമായ സാമ്പത്തിക നേട്ടം.
ഈ 6 വരി പാതയുടെ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനം, അവരുടെ കുടുംബങ്ങൾ അതുവഴി കഴിയുന്ന സാഹചര്യം, ഈ 6 വരി പാത പൂർത്തിയായി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വികസന കുതിപ്പ്, ആ രീതിയിലൊക്കെ വലിയ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയിലുണ്ട്. അതുകൊണ്ടാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇപ്പം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിജി ഈ നിലയ്ക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ വികാസം ഈ അടിസ്ഥാന സൗകര്യ വികാസത്തിലൂടെ തന്നെയാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും 100 കണക്കിന് മൈൽ ദേശീയപാത നിർമ്മിക്കുന്നു, പുതിയത്, നേരത്തെയുള്ളത് പുനരുദ്ധരിക്കുന്നു, നല്ല റോഡുകൾ, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാനിൽ വരുന്നതാണ്. നോക്കൂ, ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പശ്ചിമേഷ്യ സംഘർഷത്തിൻ്റെ ഫലമായി പല രാജ്യങ്ങളും, ഇപ്പോൾ അമിത്ഷാജിയുടെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, പാകിസ്ഥാനിൽ 460 രൂപയാണ് 1 ലിറ്റർ പെട്രോളിൻ്റെ വില. നമ്മുടെ നാട്ടിൽ എത്രയാണ്? അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ എമ്പാടും ഈ തരത്തിൽ എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയ സമയത്ത് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചു. തീർച്ചയായിട്ടും അതൊരു ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണാധികാരിയുടെ നയത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാനെക്കുറിച്ച് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് മാസ്റ്റർ പ്ലാൻ. ഏകാത്മമാനവ ദർശനമാണ് ഞങ്ങളുടെയൊക്കെ ദർശനപരമായ നിലപാട്. ഞങ്ങൾക്ക് നൽകുന്നത് ഏകാത്മമാനവ ദർശനമാണ്. ആ ഏകാത്മമാനവ ദർശനം എന്തിന് എന്ന് ചോദിച്ചപ്പോൾ ദീൻദയാൽജി തന്നെ നൽകിയ മറുപടി, ഇതിൻ്റെ ആവിഷ്കർത്താവായ ദീൻദയാൽജി തന്നെ നൽകിയ മറുപടി, അവസാനത്തെ വരിയിലെ അവസാനത്തെ ആളെയും ഉദ്ധരിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാൻ മോദിജിക്കുണ്ട്. അത് ഫലവത്താകും. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ, പ്രതീക്ഷിക്കുന്നത് പോലെ 2047 ആകുമ്പോഴേക്കും ഭാരതം ലോകത്തിൻ്റെ നിറകിലേക്ക് വരും. ഉറപ്പായിട്ടും. ഒപ്പം തന്നെ ഇനി കേരളത്തെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. കാരണം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് 3 MLA-മാരാണ് BJPക്ക് കേരളത്തിൽ നിന്നുള്ളത്. ഒരിക്കലും BJP കേരളത്തിൽ വോട്ട് ബാങ്ക് തുറക്കില്ല, അല്ലെങ്കിൽ ഒരു ജയിക്കില്ല എന്ന് പറഞ്ഞവർ തന്നെ അത് മാറ്റി പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിലെല്ലാം മോദിജി ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ മോദിജിയുടെ ഈ ഒരു ഭരണമികവ് എത്രത്തോളമാണ് മലയാളികൾക്ക് പ്രചോദനമായിട്ടുള്ളതായിട്ട് മാസ്റ്റർ തോന്നുന്നത്? മോദിജിയുടെ ഭരണമികവ് മലയാളികളെ നല്ല തോതിൽ സ്വാധീനിക്കുന്നു എന്ന് കണ്ടറിഞ്ഞ ചില ആളുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കേരളത്തിലെ പരമ്പരാഗത മുന്നണി സംവിധാനത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾ, ഞങ്ങൾ പൊതുവെ പറയാറുണ്ട്, കേരളത്തിൽ BJPക്ക് നേരിടാനുള്ളത് 3 മുന്നണികളെയാണ്. 1 ഇടതുപക്ഷ മുന്നണി, 2 UDF, മൂന്നാമത്തേത് മാധ്യമങ്ങളുടെ ഒരു മുന്നണി. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നൊക്കെ അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ, അവരൊരു മുന്നണിയായി നിന്നുകൊണ്ട് BJPയെ എതിർക്കുന്നു. ഓരോ ഘട്ടത്തിലും നമുക്കറിയാമല്ലോ, ആങ്കർമാരായിട്ടുള്ള ആളുകൾ പരസ്യമായി തന്നെ BJP വിരോധം പ്രകടിപ്പിക്കുന്നവരാണ്. അപ്പോൾ ആ കൂട്ടരും ഈ പറയുന്ന പരമ്പരാഗത മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ഏതൊക്കെ തരത്തിൽ ബ്ലാക്ക് ഔട്ട് ചെയ്യാമോ ഈ പറയുന്ന വികസന പദ്ധതികൾ, മോദിജിക്ക് ജനങ്ങളിൽ ലഭിക്കുന്ന അംഗീകാരം, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവരാണ്. ഇപ്പോൾ തന്നെ നോക്കാമല്ലോ, നമുക്ക് ഒരു കാര്യവുമില്ലാത്ത വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സർസംഘചാലകൻ്റെ പരിപാടിയിൽ VC മാർ പങ്കെടുത്തു. എന്താ അതിൽ അപകടം? ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയേ അല്ല. പലപ്പോഴും സംഘം നേരിട്ട് തന്നെ അത് പറയാറുള്ളതാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കെതിരല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ ഉദ്ധരിക്കാനും വേണ്ടിയുള്ളതല്ല. അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സ്വീകരിക്കുകയും ഇൻക്ലൂസീവായിട്ടുള്ള ഒരു നയം സ്വീകരിക്കുകയും അതിലൂടെ നമ്മുടെ രാഷ്ട്രത്തെ ഉദ്ധരിക്കുകയും വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. അത്തരം ഒരു സംഘടനയുടെ പരിപാടിയിൽ VC മാർ പങ്കെടുത്തു എന്ന മുറവിളി. അതിൻ്റെ കാരണം ഈ പറയുന്ന ഇതിലൂടെയൊക്കെ ഉണ്ടായി വരുന്ന ജനങ്ങളിൽ BJPക്ക് അനുകൂലമായി അല്ലെ സംഘപരിവാറിന് അനുകൂലമായി ഉണ്ടായി വരുന്ന മനോഭാവത്തെ കെടുത്താൻ വേണ്ടിയാണ്. അതിൻ്റെ തടസ്സം ഞങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ നോക്കൂ, നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ കേരളത്തിൽ 26 ലക്ഷമോ ഒരു 14% വോട്ട് നേടിയ പാർട്ടിയാണ് BJP. 13-12% വോട്ട് നേടിയ രാഷ്ട്രീയ കക്ഷിക്ക് 22 MLA-മാരുണ്ട് കേരളത്തിൽ. 14%, അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയ BJPക്ക് 3 MLA-മാരാണ്. അപ്പോൾ ഇത് കേരളത്തിലെ ഒരു വിചിത്രമായ രാഷ്ട്രീയ പരിസരം കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഏതായാലും 3 MLA-മാർ എന്നുള്ളത് 30-ന്റെ കരുത്തോടെയാണ് കണ്ടു തുടങ്ങി. യഥാർത്ഥ പ്രതിപക്ഷം എന്ന നിലയിലേക്ക് ഏറ്റവും പ്രഗത്ഭന്മാർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർജി, അതുപോലെ മുരളിയേട്ടൻ, ഗോപകുമാർ സാറിനെ സംബന്ധിച്ച് വലിയ തോതിൽ അറിയപ്പെടുന്ന ഒരാളൊന്നുമല്ലെങ്കിലും ആ പ്രദേശത്തിൻ്റെ വികാരങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ആവാഹിച്ചെടുത്തുകൊണ്ട് അതിശക്തമായി നിയമസഭയിലെ സാന്നിധ്യമാണെന്ന്
ദിവസങ്ങൾ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് കരുത്തന്മാരായ നിലപാടുകളുള്ള നാടിനോട് പ്രതിബദ്ധതയുള്ള 3 പേർ കേരള നിയമസഭയിൽ ഉണ്ടായി എന്നുള്ളത് വളരെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. നാളെ അത് വലിയൊരു ശക്തിയായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മുൻകാലങ്ങളിൽ കണ്ടതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല. അതിൽ നിന്ന് ഭിന്നമായി ഇപ്പോൾ കാണുന്ന മുന്നണി സംവിധാനത്തിൽ നിന്ന് വേറിട്ട ഒരു നിലയിലേക്ക് കേരള രാഷ്ട്രീയം മാറാൻ പോകുന്നു എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ക്യാമ്പയിൻ സമയത്ത്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലും മോദിജിയുടെ ഭരണ മികവിനെക്കുറിച്ചുള്ള പദ്ധതികൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ എല്ലാ പൗരന്മാരും കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സ്വീകാര്യത പാർട്ടിക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഇനിയുള്ള കാലത്ത് കേരളത്തിലെ ഈ 3 MLA-മാരുടെ ഉഗ്രമായ പ്രകടനം കൂടി വരുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടും, ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കും എന്നുള്ളതാണ്. പണ്ടത്തെ ഒരു സാമൂഹിക ശാസ്ത്ര അധ്യാപകൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ ചരിത്രമെല്ലാം മാറുന്നത് നോക്കി കാണുമ്പോൾ ആ ഒരു അധ്യാപകൻ എങ്ങനെയാണ് അതിനെ? തീർച്ചയായിട്ടും ഞാൻ വളരെ ആവേശത്തോടെയാണ് ഇത് കാണുന്നത്. ഈ സമയത്ത് എനിക്ക് ക്ലാസ്സിൽ കുട്ടികളോട് സംവദിക്കാൻ കഴിയില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷം ഇനി ക്ലാസ് മുറിയിലല്ലെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വരും. ക്ലാസ് മുറിയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തും കുട്ടികളിൽ ഈ പൗരബോധം അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ മുൻകാല ചരിത്രം, ഇതൊക്കെ പാഠപുസ്തകങ്ങളിലുണ്ട്. ഏതൊരു അധ്യാപകനും അത് ഫലപ്രദമായ തരത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അത് ഇവർ ഈ പറയുന്നത് പോലെ കാവ്യവൽക്കരണം അല്ലെങ്കിൽ ഹിന്ദുത്വവൽക്കരണം ഒന്നുമല്ല. നമ്മുടെ നാടിൻ്റെ ആയിരത്താണ്ടുകളായുള്ള പാരമ്പര്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. ഞാൻ മറ്റു രീതിയിൽ പറയില്ല. ഒരു ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി, അദ്ദേഹം സെമിനാരിയിൽ ക്രിസ്തുമത അച്ഛനായിട്ട് എൻ്റെ പഠനത്തിന് പോയി. ആ കുട്ടി നന്നായി പ്രസംഗിക്കുന്ന ആളാണ്, സ്കൂൾ ലീഡറായിരുന്നു, നന്നായി എഴുതുന്ന ആളാണ്. ആ കുട്ടി എനിക്ക് ഇടയ്ക്ക് കത്തെഴുതാറുണ്ട്, ഇപ്പോൾ വാട്സാപ്പിൽ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ സെമിനാരിയിലാണ് പഠിക്കുന്നത്, ക്രിസ്തുമത പ്രചരണമാണ് എൻ്റെ ധർമ്മം മാഷേ, പക്ഷേ എങ്കിലും എനിക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന്, ഞങ്ങളെപ്പോലെ കുറേ അധികം അധ്യാപകരുള്ള വിദ്യാലയമായിരുന്നു അത്, ഞങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ രാഷ്ട്രബോധം, സാമൂഹ്യ ചിന്ത എനിക്ക് വളരെയധികം സഹായകമാകുന്നുണ്ട് എന്ന നിലയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാവർക്കും സ്വീകാര്യമായ നമ്മുടെ നാടിൻ്റെ ശ്രേഷ്ഠമായ പാരമ്പര്യത്തെക്കുറിച്ച് അധ്യാപകൻ എന്ന നിലയിൽ ഇപ്പോൾ കാണുന്ന ചരിത്ര നിർമ്മിതി അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളിൽ പൗരന്മാരിലുണ്ടാകുന്ന പൗരബോധം, അതിനെ സംബന്ധിച്ചുള്ള അനുകൂലമായ സാഹചര്യം, ഇതൊക്കെ അങ്ങേയറ്റം ആവേശം പകരുന്നതും സംതൃപ്തി തരുന്നതുമാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഭാരതത്തിൻ്റെ ചരിത്രയാത്ര തുടരട്ടെ, മോദിജിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നുള്ളത് തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഭാരതം ഈ പറയുന്നത് പോലെ അതിനു മുമ്പ് NDA ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അടൽജി നയിച്ച കാലമുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ കൈകൾ കെട്ടപ്പെട്ട നിലയിലാണ്. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഭാരതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഭാരതത്തെ നയിക്കാൻ കഴിയാത്ത ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികൾക്കിടയിലും ഭാരതത്തിൻ്റെ വികസനത്തിന് അടിത്തറ പാകിയതാണ് അടൽജി നയിച്ച മന്ത്രിസഭ. ആ അടിത്തറയിലാണ് പൂർണ്ണമായ ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതം ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട മോദിജിക്ക് സാധിക്കുന്നത് ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അത് ഫലപ്രദമായി സാധിക്കുന്നു. ടീം മോദി എന്ന നിലയ്ക്ക് ഇപ്പോൾ കേന്ദ്രത്തിലുള്ള മന്ത്രിമാരായ എല്ലാവരും, പാർലമെൻറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടുന്ന രാജ്യസഭയും ലോക്സഭയും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് നമ്മുടെ ഭാരതത്തെ എന്താ പറയുക, പരംവൈഭവത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ അതിന് ഇണങ്ങുന്ന തരത്തിലാണ് ഇപ്പോൾ കാണുന്ന ബംഗാളിലാവട്ടെ, എവിടെ ചെന്നാലും ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർക്കും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന തോന്നലുണ്ടാകുന്നുണ്ട്. അതിവരൊക്കെ കുട്ടി ഘോഷിക്കുന്നത് പോലെ പണം കൊടുത്ത് MP-മാരെ വിലക്ക് വാങ്ങി അതൊന്നുമേ അല്ല. ഇത് മാനസിക പരിവർത്തനത്തിൻ്റെ കാലമാണ്. ആ പരിവർത്തനം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതാണ് മോദിജിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അത് വിജയപ്രാപ്തിയിലെത്തും എന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി മാഷേ, ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിൽ. സന്തോഷം.